ആത്മവിദ്യാലയമേ. അരിനിലയില്ല ഈ വിധമെല്ലാം, അരിനിലയില്ല ഈ വിധമെല്ലാം, ആറടി മണ്ണിൽ നീറിയൊടുങ്ങും, ആറടി മണ്ണിൽ നീറിയൊടുങ്ങും ആത്മവിദ്യാലയമേ, അവനില്ല ആത്മവിദ്യാലയമേ. താങ്ക് യു. ഹിന്ദിയിലെ പ്രശസ്ത ഗായകനായ കിഷോർ കുമാറിന്റെ ശബ്ദം ഒന്ന് അനുകരിക്കാൻ ശ്രമിക്കുകയാണ്, ശ്രദ്ധിക്കാം. മുസാഫിർ ഹൂ യാരോ നഗർ ഹൈ ना ठिकाना है, मुसाफिर हूँ यारो नगर है ना ठिकाना, मुझे सब जाना है, चल दे जाना. मुसाफिर हूँ यारो नगर है ना ठिकाना, मुझे चल दे जाना है, बस चल दे जाना. Thank you. Thank you. Thank you. ഇനി ഒരു ഗായകനുണ്ട്, നമ്മുടെ മലയാളത്തിലെ പ്രിയങ്കരരായ ഒരു കാലഘട്ടത്തിൽ ഹിറ്റായി മാറിയ ലജ്ജാവതിയെ എന്ന ഗാനം ആലപിച്ച ജാസി ഗിഫ്റ്റ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിന് ഒരു പ്രത്യേകതയുണ്ട്. അദ്ദേഹത്തിൻ്റെ ശബ്ദം ഞാൻ അനുകരിക്കാൻ ശ്രമിക്കുന്നത് തൊണ്ട കൊണ്ട് ബാലൻസ് ചെയ്തല്ല, ഇത് ഏത് കുട്ടികൾക്കും ആർക്കും ചെയ്യാം. മിമിക്രി പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ ഞങ്ങൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. നമ്മൾ അത് തൊണ്ട കൊണ്ട് ബാലൻസ് ചെയ്തല്ല, മറിച്ച് ഒരു മിഠായി വാങ്ങി കവിളിത്തിട്ട് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ശബ്ദമാകും. അത് ഇപ്പം മിഠായി ഇടാതെ തന്നെ നമ്മുടെ ചുണ്ട് ഇങ്ങനെ ഒന്ന് കവിളൊന്ന് വലിച്ചു പിടിച്ചാൽ, ഈ വിരൽ കൊണ്ട് നമ്മുടെ ചുണ്ടിനിടയിൽ ഒരു തടസ്സം സൃഷ്ടിച്ചാൽ ജാസി ഗിഫ്റ്റിൻ്റെ ശബ്ദമായി മാറുമോ ഇല്ലയോ എന്നുള്ളൊരു പരീക്ഷണമാണ്. അതുകൊണ്ട് എൻ്റെ ശബ്ദത്തിൽ ഞാൻ ആ പാട്ട് പാടും. ഈ ചുണ്ടുകൾക്കിടയിൽ തടസ്സം സൃഷ്ടിക്കുമ്പോൾ ജാസി ഗിഫ്റ്റിൻ്റെ ശബ്ദമായി മാറുമോ എന്ന് നമുക്ക് ശ്രദ്ധിക്കാം. ജാസി ഗിഫ്റ്റിൻ്റെ ആ ശ്രദ്ധേയമായ ഗാനം. എൻ്റെ ശബ്ദം. ലജ്ജാവതിയെ നിന്റെ കള്ളക്കടക്കണ്ണിൽ, ലജ്ജാവതിയെ നിന്റെ കള്ളക്കടക്കണ്ണിൽ, തൊട്ടുരുമി നിന്നാട്ടെ മാനസ കൊട്ടാര കെട്ടിനകത്തുള്ള നോജ രാജറാണി. താങ്ക് യു, താങ്ക് യു. പേരെ നമ്മൾ ചലച്ചിത്ര പിന്നണി ഗായകർ പാടുന്നത് നമ്മൾ കേട്ടു. എന്നാൽ ചലച്ചിത്ര പിന്നണി ഗായകരെ പോലെ തന്നെ ചലച്ചിത്ര താരങ്ങളും പാടും. മോഹൻലാൽ പാടിയിട്ടുണ്ട്. പ്രായിക്കര പാപ്പാൻ എന്ന ചിത്രത്തിൽ നടൻ ജഗദീഷ് പാടിയിട്ടുണ്ടൊരു ഗാനം. പ്രായിക്കര പാപ്പാൻ എന്ന ചിത്രത്തിൽ നടൻ ജഗദീഷ് പാടിയിട്ടുണ്ട്.
ജഗദീഷ് പാടിയിട്ടുണ്ട്, ശ്രദ്ധിക്കാം. കൊക്കും പൂഞ്ചിറകിലൊക്കും കാട്ടുകിളിക്കൊക്കും നെഞ്ചിനുള്ളം ഒരു ചാരുതേ ഒരു ചാരണി. കൊക്കും പൂഞ്ചിറകിലൊക്കും കാട്ടുകിളിക്കൊക്കും നെഞ്ചിനുള്ളം ഒരു ചാരുതേ ഒരു ചാരണി. അങ്ങനെ പാടിയിട്ടുണ്ടെങ്കിൽ കല്യാണരാമൻ എന്ന ചിത്രത്തിൽ മലയാള സിനിമയിലെ ഒട്ടുമിക്ക താരങ്ങളും വന്ന് പാടുകയുണ്ടായി. അവരിൽ പാടാത്തവരും പാടിയവരുമായ താരങ്ങൾ വന്ന് ഈ വേദിയിൽ ആ ഗാനം വിലപിച്ചാൽ എങ്ങനെയുണ്ടോ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. സകലവാസന അല്ലാതെ എന്താ പറയാ, താരാ ശങ്കുടുതാരുടെ മോനല്ലേ. ശിവ ശിവ പേരവാദി ഒഴിപ്പിക്കാൻ അച്ഛനേക്കാൾ ബഹുകേമനാണെന്ന് കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പാടാം ഞങ്ങൾ തൃപ്പൂണിത്തറക്കാര് പണ്ടേ സംഗീതത്തിന്റെ കാര്യത്തിൽ കേമന്മാരാ. അതുകൊണ്ട് ഞാൻ പാടാം. ഒന്നാം തണ്ടിലേറി പോവണ്ട്, അവിടൊന്നും തലയും കുത്തി ചാടണ്ട്. രണ്ടാം തണ്ടിലേറി പോവണ്ട്, അവിടൊന്നും തലയും കുത്തി ചാടണ്ട്. പിടികിട്ടി സംഗീതത്തിന്റെ കുറ്റം ശ്രവണത്താണെന്ന് എനിക്ക് പിടികിട്ടി. അതുകൊണ്ട് ഞാൻ പാടാം. എന്തേ പേഴ്സണലായിട്ട് പറയാ, ഈ സംഗീതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടയിൽ പോയി വാങ്ങാൻ കിട്ടുന്നൊന്നല്ല. ഞങ്ങൾ തുറവൻകാര് പണ്ടേ സംഗീതത്തിന്റെ കാര്യത്തിൽ കേമന്മാരാ. അതുകൊണ്ട് ഞാൻ പാടാം. ഒന്നും തണ്ടിലേറി പോവണ്ടേ, അവിടൊന്നും തലം കുത്തി ചാടണ്ടേ. അല്ല കളനായിന്റെ മോനെ തൊഴിപ്പാ പറ്റൂലെന്ന്. നമ്മൾ കോഴിക്കോട്ടുകാർ പണ്ടേ സംഗീതത്തിനകത്ത് കേമന്മാരാണ്. അതുകൊണ്ട് നമ്മൾ പാടാം. പിടിച്ചോളി. 1 2 അല്ലപ്പോ അങ്ങനെ എണ്ണി പറയണം ഒരുപാടെന്ന്. അതിനുള്ള സമയമില്ല മക്കളെ. തപ്പിച്ചോളി. ഒന്നാം തണ്ടിലേറി പോവണ്ട്, അവിടൊന്നും തലം കുത്തി ചാടണ്ട്. രണ്ടാം തണ്ടിലേറി പോവണ്ട്, പറച്ചോനെ അവിടൊന്നും തലം കുത്തി ചാടണ്ട്. കുറച്ച് നേരായാലോ നീ ഇവിടെ കിടന്ന് ചളവിള പറയാൻ തുടങ്ങിയിട്ട് മുട്ടികാല് കേട്ട് കൊല്ലിങ്ങൻ. ഈ സംഗീതം എന്ന് പറഞ്ഞ ഉപ്പും ചക്കരയും പഞ്ചാരയും വാങ്ങുന്ന പോലെ വാങ്ങാൻ പറ്റുന്നൊന്നല്ല. അതിന് ഞങ്ങൾ തൃശ്ശൂരുകാർ പണ്ട് കേമന്മാരാ. അതുകൊണ്ട് ഞാൻ പാടാൻ പിടിച്ചോ. 9ാം തണ്ടിലേറി പോയാലും അവിടൊന്നും തലയും കുത്തി ചാടൂല. 10ാം തണ്ടിലേറി പോയാലും അവിടൊന്നും തലയും കുത്തി ചാടൂല. പാടി തൊണ്ണേലെ മനസ്സിൽ കുടുങ്ങി. ഇല്ലെങ്കിൽ ശ്വാസത്തിൽ തോപ്പിച്ചേനെ. താങ്ക് യു. ഈ ചെറിയ നേരം അത്രയും എന്നോടൊപ്പം നിന്ന് ഈ പ്രോഗ്രാമിൻ്റെ വിജയത്തിനായി എന്നെ വളരെ മനോഹരമായ രീതിയിൽ പ്രോത്സാഹിപ്പിച്ച എല്ലാ നല്ലവരായ എൻ്റെ നാട്ടുകാർക്കും എൻ്റെ ഹൃദയംഗമായി നന്ദി രേഖപ്പെടുത്തുന്നതോടൊപ്പം നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും ജഗദീശ്വരൻ നന്മ വരുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്ത ഒരു ഗ്യാപ്പിന് ശേഷം ഞങ്ങൾ വീണ്ടും എത്തും. താങ്ക് യു വെരി മച്ച്. ഏതായാലും അടിച്ചുപൊളിയുടെ മറ്റൊരു ലോകത്തിലേക്ക് വീണ്ടും ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോവുകയാണ്. കുവൈറ്റിൽ കഴിഞ്ഞ 10 വർഷക്കാലമായി ഒട്ടനവധി സ്റ്റേജുകളുടെ നിങ്ങൾക്ക് സുപരിചിതരായ DK ഡാൻസ് വേൾഡ് അവതരിപ്പിക്കുന്ന ഒരു ബോളിവുഡ് റിമിക്സിലേക്ക് നമ്മൾ പോകുന്നു. धड़क आजा उड़ के सराट पैरों से बीड़ी जरा खोल
करेंगे जो है दिल ने कहा कि साडा दिल भी तू साडी जान भी तू साडी शान भी तू ईमान भी तू अरमान भी तू वरदान भी तू कि साडा दिल भी तू साडी जान भी तू साडी शान भी तू ईमान भी तू अरमान भी तू वरदान भी तू. Now move your head around, move your head around, move your head around. You know he's got my back. Move your head around, move your head around, move your head around. You know he's got my back. Hey boy, play that drum. This beat don't stop. Gloria, Gloria, Ganpati Bappa Gloria. Gloria, Gloria, Ganpati Bappa Gloria. താങ്ക് യു. മനോഹരമായ അടിച്ചുപൊളി പെർഫോമൻസിന് ശേഷം വീണ്ടും സംഗീതത്തിന്റെ ഈ ഒരു ലോകത്തിലേക്ക് നിങ്ങളെ ഞാൻ കൂട്ടിക്കൊണ്ടു പോവുകയാണ്. ധമാധം എന്ന സൂപ്പർ ഹിറ്റ് അടിച്ചുപൊളി ഗാനവുമായി എത്തുന്നു ഡിലൈറ്റിന്റെ അനുഗ്രഹീത ഗായിക റബേക്ക. ओ लाल मेरी पथ रखियो भला झूले लालन. ओ लाल मेरी पथ रखियो भला झूले लालन. जिंदड़ी दा सेवन दा सखी शाबाश कलंदर. दमादम मस्त कलंदर अली दम दम दे अंदर. दमादम मस्त कलंदर अली दा पहला नंबर. ओ लाल मेरी, ओ लाल मेरी. चार चराग तेरे बरन हमेशा. चार चराग तेरे बरन हमेशा. चार चराग तेरे बरन हमेशा. बंजवा में बारण, बांजवा बारण आई. बंजवा में बारण आई भला झूले लालन. जिंदड़ी दा सेवन दा सखी शाबाश कलंदर. दमादम मस्त कलंदर अली दम दम दे अंदर. दमादम मस्त कलंदर अली दा पहला नंबर. ओ लाल मेरी, ओ लाल मेरी. आहा छन
जिंदड़ी दा सेवान दा सखी शाबाश कलंदर दमादम मस्त कलंदर अली दम दम दे अंदर सवानी लाल कलंदर अली दा पहला नंबर ओ लाल मेरी पथ रखियो भला झूले लालन जिंदड़ी दा सेवान दा सखी शाबाश कलंदर दमादम मस्त कलंदर अली दम दम दे अंदर दमादम मस्त कलंदर अली दा पहला नंबर दमादम मस्त कलंदर अली दम दम दे अंदर सवाने लाल कलंदर अली दा पहला नंबर दमादम मस्त कलंदर अली दम दम दे अंदर दमादम मस्त कलंदर अली दा पहला नंबर താങ്ക് യു റബേക്ക, താങ്ക് യു വെരി മച്ച്. മനോഹരമായ മറ്റൊരു ഡാൻസ് പെർഫോമൻസിലേക്ക് നമ്മൾ കടന്നു ചെല്ലുകയാണ്. നമുക്ക് ആസ്വദിക്കാം ഗായത്രി ആൻഡ് ടീം അവതരിപ്പിക്കുന്ന ഒരു ഡാൻസ് പെർഫോമൻസ്. मारे या कोई मारे ना, यहाँ अपनी भी थोड़ी अदा थोड़ा अंदाज है. ऐसे हैं चाहे वैसे हैं, अरे जो भी हैं जैसे हैं, खुद पे हमें नाज है. जाने ना हमको ये ज़माना, चाहो तो हमको आसमाना. यारबाज हम चालसाज हम इश्कबाज दिल वाले, कहते हैं हमको प्यार से इंडिया वाले, छू लेते दिल के तार से इंडिया वाले, हर जीत छीन ले हार से इंडिया वाले, दुश्मन के छक्के छुड़ा दे हम इंडिया वाले, दुश्मन के छक्के छुड़ा दे हम इंडिया वाले. यूं तो सीधे बड़े, कभी चाहे तो हाथों से लेते लकीरें चुरा. ओ हमको परवाह नहीं, जो भी कहता है कहने दे, जग ये भला या बुरा. जैसी भी मर्जी हो हमारी, करते हैं ऐसी होशियारी. पर दिल से यार जो ले पुकार तो जान निसार कर डाले, कहते हैं हमको प्यार से इंडिया वाले, छू लेते दिल के तार से इंडिया वाले, हर जीत छीन ले हार से इंडिया वाले, दुश्मन के छक्के छुड़ा दे हम इंडिया वाले, उंगली पे सबको नचा दे हम इंडिया वाले. आँखों की चाबी से थोड़ा बेताबी से चुपके से खोले दिलों के ताले, जा देते उसको जहाँ देते, अपनी माँ देते जिसकी भी बाहें गले में डाले. दुनिया से हमको क्या ले जाना, यारों के दिल में हो ठिकाना. एक बार होता है प्यार ये लाख बार कहला ले, कहते हैं हमको प्यार से इंडिया वाले, छू लेते दिल के तार से इंडिया वाले, हर जीत छीन ले हार से इंडिया वाले, दुश्मन के छक्के छुड़ा दे हम इंडिया वाले. വീണ്ടും
നമ്മളെ കൂട്ടിച്ചിരിപ്പിക്കുന്നതിന് വേണ്ടി വെള്ളിത്തിരയിലെ താരങ്ങൾ നിങ്ങൾ മുന്നിലേക്ക് എത്തുകയാണ്. നല്ലൊരു സ്കിറ്റിനായി സ്വാഗതം ചെയ്യാം ടിനി ടോമിനെയും ഷൈജോയെയും. കേരളത്തിൽ ബാറുകൾ ഏതാണ്ട് നിരോധിച്ച ഒരവസ്ഥയിലാണ്. വീണ്ടും വൈൻ പാർലറാക്കി മാറ്റിക്കൊണ്ട് ബാറുകൾ വീണ്ടും തിരിച്ചെത്തുമെന്ന പ്രതീക്ഷയിലുമാണ്. അപ്പോൾ നമുക്ക് കാണാൻ പറ്റാതെ പോകുന്ന ചില രംഗങ്ങളുണ്ട് കേരളത്തിൽ. പ്രത്യേകിച്ച് കട്ടപ്പന പോലുള്ള സ്ഥലങ്ങളിൽ വൈകിട്ട് നമ്മൾ ഷൂട്ടിംഗ് കഴിഞ്ഞ് നടക്കുമ്പോൾ ഒരു വിഭാഗത്തിനെ കാണാൻ പറ്റും, കുടിയന്മാരെന്ന് പറയും. അപ്പോൾ ഇവർ നാട്ടിലുള്ള ഏത് പ്രശ്നങ്ങൾക്കെതിരെയും വിമർശന ശരങ്ങളുമായിട്ട് എത്തുന്നവരാണ്. അപ്പോൾ ഒരുപക്ഷെ ബാറുകൾ നിരോധിച്ചാൽ ഇനി ഇവരെ കാണാൻ സാധിക്കില്ല. എന്തായാലും ആ ഒരു കഥാപാത്രത്തെ, അതായത് വെടിക്കെട്ട് രാജപ്പൻ എന്ന് പറയുന്ന ഒരു സ്ഥിരം റോട്ടിലൂടെ നടന്ന് കുടിച്ച് നടന്ന് ആൾക്കാരെ തെറി പറയുന്ന ആ ഒരു കഥാപാത്രത്തെ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടിരിക്കുകയാണ്. ഇതാ വെടിക്കെട്ട് രാജപ്പനായി ഷൈജോ അടിമാലി നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നു. ശ്രദ്ധിക്കുക. മൊത്തം പ്രശ്നമാണ് നമ്മുടെ നാട്ടിൽ കേട്ടോ. നമ്മുടെ നാട്ടിൽ മൊത്തം പ്രശ്നമാണ്. ഇവിടെ പെട്രോൾ അടിച്ച് വണ്ടി ഓടിക്കാം, ഡീസൽ അടിച്ച് വണ്ടി ഓടിക്കാം, ബാക്കിയുള്ളവനൊരു 1.5 എടുത്തിട്ട് വണ്ടി ഓടിച്ച് അപ്പം പോലീസ് ഓടിക്കും. അറിയോ? ഇവിടെ വെള്ളം തേടിയുള്ള നടപ്പാണ്. ചന്ദ്രനിൽ വെള്ളമുണ്ടോ, ചൊവ്വയിൽ വെള്ളമുണ്ടോ, വ്യാഴത്തിൽ വെള്ളമുണ്ടോ? ഇവിടെ ക്വാർട്ടർ വാങ്ങിച്ച് രാവിലെ വെച്ചേക്കണം, അതടിക്കാൻ ഒരു തുള്ളി വെള്ളമുണ്ടോയെന്ന് അന്വേഷിക്കാൻ ഇവിടെ ഒരു കുഞ്ഞുമില്ല. എന്നിട്ട് വലിയ അന്വേഷണമാണ്. സമാധാനമായിട്ട് എന്തെങ്കിലും ഒരു മൂടുണ്ടായിക്കോട്ടെ എന്നോർത്ത് സന്തോഷ് പണ്ഡിറ്റിൻ്റെ ഒരു പടം കാണാൻ വേണ്ടി പോയ വഴിക്കൊരു ചിക്കൻ ബിരിയാണിയും കഴിച്ചിട്ട് കയറിയിരുന്ന പടം കണ്ട്. നിങ്ങൾക്കറിയാവോ കൂടപ്പുറപ്പ് വയറ്റിൽ കിടന്ന കോഴി വരെ എഴുന്നേറ്റ് ഒന്ന് കൂവി. അതാ പടം. ഈ നാട്ടിൽ എങ്ങനെ ജീവിക്കുമെന്ന് ഞാൻ ആലോചിക്കുന്നു. അറിയോ? എല്ലാവരും എന്നെ ഒന്ന് ശ്രദ്ധിക്കണേ. പുള്ളിനെ ഒന്ന് ശ്രദ്ധിച്ചാൽ അല്ലെങ്കിൽ ചിലപ്പോൾ കാണാതെ പോകും. അതെ, ഈ സ്ഥലം അത്ര ശരിയല്ല. എൻ്റെ പൊന്നുമോനെ, ഞാനിവിടെ സ്ഥലം വാങ്ങിക്കാൻ വന്നല്ല. ഹലോ, ഞാനൊരു ചാനലിൽ നിന്നാണ് വരുന്നത്. ഒരു റിയാലിറ്റി ഷോയുമായിട്ട് ഞാനൊരു ചാനലിൽ നിന്ന് വരികയാണ്. ആണോ? അതെ. സെയിം പിച്ച്. എന്താ അങ്ങനെ പറഞ്ഞു? നീ ചാനലിൽ നിന്ന് റിയാലിറ്റി ഷോ ആയിട്ട് വന്നു, ഞാൻ ഷാപ്പിൽ നിന്ന് റിയാലിറ്റി ഷോ ആയിട്ട് വന്നു. ഐ ആം കമ്മിങ് ഫ്രം എ യൂത്ത് ചാനൽ. ഓ, എഡ്യൂക്കേറ്റഡ് ഫാമിലി, ഫുൾ ഇംഗ്ലീഷ്. എൻ്റെ പൊന്നുമോനെ തോറ്റാ. ഹലോ, ഞാൻ ഒരു ഗെയിം ഷോ ആയിട്ടാണ് വന്നത്. നിങ്ങൾ പങ്കെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സമ്മാനം കിട്ടും. അതിന് നിങ്ങൾ പങ്കെടുത്താൽ നിങ്ങൾക്ക് ഇതിൽ സമ്മാനം കിട്ടും. സമ്മാനം കിട്ടും. അതെ. അപ്പൊ പങ്കെടുക്കാൻ റെഡി. എവിടെ പേര് രജിസ്റ്റർ ചെയ്യേണ്ട പറഞ്ഞു? അപ്പൊ ക്യാമറ ഒക്കെ റെഡിയാണ്. നിങ്ങൾ ആ ക്യാമറയിൽ നോക്കിയിട്ടാണ് പറയേണ്ടത്. ചാനൽ ടെലികാസ്റ്റ് ചെയ്യാൻ പോകുന്ന ഒരു പ്രോഗ്രാമാണിത്. ആണോ? ഓക്കെ, റെഡി. ഓക്കെ. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ചേട്ടന്റെ ജീവിതത്തിലേക്ക് അങ്ങ് കടന്നു വരാൻ പോവുകയാണ്. എന്താ? ജീവിതത്തിലേക്ക് അങ്ങ് കടന്നു വരാൻ പോവുക. എടാ, നീ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ട് ഞാൻ നിന്നെ എന്നെ ചെയ്യാനാ? എടോ, അതല്ല, താങ്കളുടെ ലൈഫ് ഹിസ്റ്ററിയാണ് അറിയേണ്ടത്. എങ്ങനെ? ലൈഫ് ഹിസ്റ്ററി. ഓക്കെ. വിവാഹിതനാണോ? പിന്നെ മാരീഡ് ആണ്. മാരീഡാണ്. അപ്പൊ ഭാര്യ സുഖമായിട്ടിരിക്കുന്നു. ഭാര്യ നല്ല ഉഗ്രം കലാകാരിയാണ്. കലാകാരിയാണ്. മിടുക്കി, നല്ല സൂപ്പറായിട്ട് വരയ്ക്കും. വരയ്ക്കോ? സൂപ്പറായിട്ട് വരയ്ക്കും. നമ്മുടെ ഈ ജോൺ ആർട്സ് കലാഭവന്റെ ഒക്കെ പോലെ തന്നെ വരയ്ക്കും. അതിലും ഗംഭീരമായിട്ട് വരയ്ക്കും. നന്നായിട്ട് വരയ്ക്കും. അടിപൊളിയായിട്ട് വരയ്ക്കും. ആണോ? എന്നിട്ട് ആ വരച്ച വരയിൽ എന്നെ പിടിച്ചങ്ങ് നിർത്തും. വര. ഓക്കെ. അപ്പൊ അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നോ അല്ലെങ്കിൽ ലവ് മാരേജ് ആയിരുന്നോ? അല്ലെ, നമ്മുടെ ലവ് മാരേജ് ആയിരുന്നു. ലവ് മാരേജ് ആയിരുന്നു. അപ്പൊ അതില് ലവ് മാരേജ് ആണോ നല്ലത് അല്ലെങ്കിൽ അറേഞ്ച് മാരേജ് ആണോ നല്ലത്? എടാ, ഞാൻ നോക്കിയിട്ട് ലവ് മാരേജ് ആണ് നല്ലത്. അതെന്താ അങ്ങനെ പറയാൻ കാരണം? ഈ അറിയാൻ പാടില്ലാത്ത മറുതെ കെട്ടനേക്കാൾ നല്ല അല്ലെ അറിയാവുന്ന യക്ഷിയെ പിടിച്ച് തലയിൽ വെക്കുന്നത്. അങ്ങനെ പറയരുത്. മാന്യം മര്യാദയായിട്ടുള്ള സ്ത്രീകളാണ് ഇവിടെ ഇരിക്കുന്നത്. എന്തോ മാന്യം മര്യാദയുള്ള നല്ല കുടുംബത്തിലുള്ള കുട്ടികളും പെൺകുട്ടികളും എല്ലാം ഉണ്ട് ഇവിടെ. അതെ, ഭാര്യമാരൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. അതുകൊണ്ടൊന്ന് പറയുന്നു. അവരങ്ങനെ പറയാൻ പാടില്ല. എടാ, എൻ്റെ അനുഭവമുള്ള എന്തോരം ചേട്ടന്മാരും ഇവിടെ ഇരിപ്പുണ്ടെന്ന് അറിയോ? ആരും മിണ്ടാത്ത അറിയാവോ? ഓക്കെ ഓക്കെ. അപ്പൊ സാധാരണ നമ്മുടെ നാട്ടിലൊരു ട്രഡീഷൻ, ഒരു പാരമ്പര്യമുണ്ട്. അതായത് വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ സ്ത്രീകൾ ഇങ്ങനെ കുങ്കുമം തൊടുന്ന ഒരു പരിപാടിയുണ്ട്, കുറി. അതെന്താണ് ഉദ്ദേശിക്കുന്നത്? ഈ വണ്ടി കച്ചവടമായി, ഇനി ഇതിന്റെ പുറകെ അലയുണ്ടെന്നാണ് അതിന്റെ അർത്ഥം. മനസ്സിലായോ? ഈ ആദ്യ രാത്രി, അതായത് വിവാഹം കഴിച്ചുകൊണ്ട് ചോദിക്കുകയാണ്, ആദ്യ രാത്രിയും അവസാന രാത്രിയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അത് പറഞ്ഞാൽ, ആദ്യ രാത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
കട്ടിൽ കാണും, കട്ടിലിനകത്തേക്ക് നമ്മൾ പൂവിട്ടിട്ട് പൂവിന്റെ മേളിൽ കയറി കിടക്കും. ഓ അത് ആദ്യ രാത്രി. അവസാന രാത്രി എന്ന് പറഞ്ഞാൽ നമ്മൾ കട്ടിലെ കിടക്കും, ആൾക്കാർ വന്ന് പൂവിട്ടിട്ട് പോകും. ഇനി നമുക്കറിയേണ്ടത് താങ്കളുടെ ഹോബീസിലേക്കാണ്. ഹോബീസ് എന്തൊക്കെയാണ് താങ്കളുടെ വിനോദങ്ങൾ? എന്റെ വിനോദങ്ങൾ, ഹോബീസ്. വിനോദം എന്ന് പറഞ്ഞാൽ ഭയങ്കര വിനോദമല്ലേ എന്റെ? എന്തൊക്കെയാ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ഈ കറണ്ട് വന്ന ഫ്ലക്ക് ഇല്ലേ, ഫ്ലക്ക്, കറണ്ട്, പ്ലഗ്, അതിനകത്തേക്ക് നമ്മുടെ ഈ നൂൽക്കമ്പി ഇങ്ങനെ കുത്തി കയറ്റിയിട്ട് മേത്ത മൊത്തം ഇങ്ങനെ ചിറ്റിട്ടുണ്ടല്ലോ, ഇങ്ങനെ ഇങ്ങനെ മൊത്തം ചിറ്റിയിട്ട് ഇങ്ങനെ സ്വിച്ച് ഇട്ടിട്ട് ഇങ്ങനെ ചിരിച്ചോണ്ട് നിൽക്കും. ചിരിച്ചോണ്ട് നിൽക്കും? പിന്നെ ആണോ? പിന്നെ ഉണ്ടല്ലോ ആ. ഈ ടംഗ്ലിന്ന് ഇരുമ്പിന്റെ, അതല്ലെങ്കിൽ ആണി എന്തെങ്കിലും എടുത്ത് സ്വിച്ച് ബോർഡിൽ ഈ തുളക്കകത്ത് കുത്തി പിടിച്ചിട്ട് കടിക്കുവോ കൈങ്ങിട്ട് പിടിക്കുവോ എന്തെങ്കിലും പിടിച്ചിട്ട് സ്വിച്ച് ഇട്ടിട്ട് ഇങ്ങനെ ചിരിച്ചോണ്ട് വെക്കും, എല്ലാവരും കാണാൻ ഈ പ്ലഗിന്റെ ഉള്ളിൽ കുത്തിയിട്ടാ? ഇപ്പോഴും ചെയ്യാറുണ്ടോ? ഇല്ല, വീട്ടിൽ കറണ്ട് കിട്ടി ഇപ്പം നിർത്തി. ഓഹോ, ഇപ്പൊ നിർത്തി. അപ്പൊ ഈ നിങ്ങളുടെ വീട്ടിൽ ഇപ്പൊ കറണ്ട് കിട്ടിയെന്ന് പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ നാട്ടിൽ സ്ഥിരമായിട്ട് പവർ കട്ട് ഉണ്ട്. അപ്പൊ എങ്ങനെ കിടന്ന് ഉറങ്ങാൻ സാധിക്കും? പവർ കട്ട് ഇല്ലെങ്കിൽ എങ്ങനെ കിടന്ന് ഉറങ്ങാൻ സാധിക്കും? അതായത് കറണ്ട് ഇല്ലെങ്കിൽ എങ്ങനെ കിടന്നു? ഭയങ്കര ചൂടല്ലേ, എങ്ങനെ കിടന്ന് ഉറങ്ങാൻ സാധിക്കും? ഇവിടെ കറണ്ട് ഇല്ലെങ്കിൽ ഞാൻ ഉണ്ടല്ലോ, നമുക്ക് ഉറങ്ങാൻ സാധിക്കില്ലായിരിക്കും, പക്ഷെ ഞാൻ കട്ടിൽ കണ്ട അപ്പം ഉറങ്ങും. അപ്പൊ തന്നെ ഉറങ്ങും? കട്ടിൽ കണ്ടാൽ ഞാൻ അപ്പം ഉറങ്ങും. അതെങ്ങനെ ഉറങ്ങാൻ പറ്റുന്നു? പെട്ടെന്ന് തന്നെ ഉറങ്ങാൻ പറ്റും? ഞാൻ കട്ടിൽ കണ്ട അപ്പം ഉറങ്ങും. പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ കട്ടിൽ കണ്ടുപിടിക്കാൻ ഒരു 5-6 മണിക്കൂർ എടുക്കും എന്നുള്ള കാര്യം ശരി. ഓഹോ, അല്ല സാധാരണ ഇപ്പൊ ഇന്നലെ ഞാൻ വീട്ടിൽ നിന്നപ്പോ പവർ കട്ടായിരുന്നു. അപ്പൊ മൊത്തം അവിടെ കറണ്ട് അങ്ങ് പോയി. ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ടു ഒന്ന് ഉറങ്ങാൻ. എടാ, ഇതാണ് ഈ മലയാളികളുടെ പ്രശ്നം. എന്താ? കറണ്ട് പോയി കഴിഞ്ഞാൽ ജപ്പാൻകാരൻ്റെ വീട്ടിൽ കറണ്ട് പോയാൽ അവൻ എന്ത് ചെയ്യും അറിയോ? എന്ത് ചെയ്യും? അവൻ അപ്പം തന്നെ അതിന്റെ ഫീസ് അഴിച്ചു മാറ്റി അതിന്റെ ഫീസിന്റെ കമ്പി എല്ലാം കെട്ടി അവൻ കറണ്ട് വന്നതിന് ശേഷം അവനും കിടന്നുറങ്ങത്തുള്ളൂ. ഓ ശരി ശരി. ഇംഗ്ലീഷുകാരൻ്റെ വീട്ടിൽ കറണ്ട് പോയാൽ അവൻ ഇറങ്ങും, എന്നിട്ട് ചൈനയെന്നോ ഇന്ത്യയെന്നോ പാകിസ്ഥാനിന്നോ എവിടെ നിന്നെങ്കിലും വലിച്ചെടുത്ത് അവന്റെ കറണ്ട് അവൻ തെളിയിക്കും. മലയാളിയുടെ അടുത്ത് കറണ്ട് പോയാൽ അവൻ പയ്യെ ഇറങ്ങിയിട്ട് അടുത്ത വീട്ടിലേക്ക് നോക്കും. എന്നിട്ട് പെണ്ണുമ്പിള്ളേനെ വിളിച്ചു പറയും, കുഴപ്പമില്ലടി അപ്പുറത്തെ വീട്ടിലും പോയേക്കുവാന്ന്. വന്നില്ലെങ്കിലും കുഴപ്പമില്ല, സന്തോഷമാണ് എല്ലാവർക്കും പോയിട്ടുണ്ടെങ്കിൽ. അപ്പൊ നമ്മുടെ ഗെയിം ഷോയിലേക്ക് കിടക്കുകയാണ്. ഗെയിം ഷോ എന്ന് പറഞ്ഞാൽ ടങ് ട്വിസ്റ്റർ ആണ്. ഞാൻ പറയുന്നത് നിങ്ങൾ ഏറ്റു പറയണം. അപ്പൊ താങ്കളുടെ ചരിത്രം എല്ലാം അറിയാൻ സാധിച്ചു. ഇനി ആ ക്യാമറയിൽ നോക്കിയിട്ടാണ് പറയേണ്ടത്. ഓക്കെ, ഞാൻ പറയുന്നത് ഏറ്റു പറയണം. കളകളം ഒഴുകും ഒരു അരുവിയിൽ ഒരു പുളകം. ചേട്ടനെ വിളിക്കും. അദ്ദേഹമല്ല, നിങ്ങളാണ് പറയേണ്ടത്. ഞാൻ പറഞ്ഞത് നിങ്ങൾ ഏറ്റു പറയണം. ഇപ്പൊ പറഞ്ഞത് കളകളം ഒഴുകും ഒരു അരുവിയിൽ ഒരു പുളകം. പറ്റില്ലെങ്കിൽ അടുത്തേക്ക് കിടക്കാം. നിസ്സാരമായിട്ടുള്ള ഒരു കാര്യമാണ്. വടുതല വളവിൽ 5 പച്ചത്തത്ത ചത്തുകുത്തിയിരുന്നു. എപ്പോ? എന്ത്? അല്ല, ആരുടെ ചത്ത കേസ് പറഞ്ഞു? എടാ, കേസല്ലെന്ന് ഞാൻ പറയുന്നത് തന്നെ ഏറ്റു പറയണം. ഓ, നീ പറഞ്ഞ ഞാൻ പറയണം. എന്നാ അങ്ങനെ പറയണ്ട. റെഡി, 1 2 3 പറഞ്ഞോ. വടുതല വളവിൽ 5 പച്ചത്തത്ത ചത്തുകുത്തിയിരുന്നു. എടോ, ഞാൻ പറയണത് താൻ ഏറ്റു പറയണോന്ന്. അതല്ലേ ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞു. എടോ, ഞാൻ പറയണ കേക്ക്, എന്നിട്ട് പറ. വടുതല വളവിൽ 5 പച്ചത്തത്ത ചത്തുകുത്തിയിരുന്നു. അയ്യോ, ഇയാൾ എന്റെ സമയങ്ങൾ എത്ര നേരം ക്യാമറ ഓൺ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഞാൻ പറയുന്നത് ഏറ്റു പറയണം. വടുതല വളവിൽ 5 പച്ചത്തത്ത ചത്തുകുത്തിയിരുന്നു. ഓക്കെ, ഇയാൾ പറഞ്ഞതല്ലേ ഞാൻ പറഞ്ഞത്. അങ്ങനെയല്ലോ പറഞ്ഞത്. ഞാൻ എത്ര നേരം ക്യാമറ ഓൺ ചെയ്ത് വെച്ചിരിക്കുന്നത്. താൻ പറയണത് ഏറ്റു പറയണം, അത്രേ ഉള്ളൂ. അതെ, ഞാൻ പറയുന്നത് ഏറ്റു പറഞ്ഞത്. ഇത്ര എന്ത് കാണിച്ചേ? ഇപ്പൊ കാണിച്ച ആംഗ്യ വിക്ഷേപം എന്താണ്? ഇപ്പൊ എന്താ ഈ അശ്ലീലമായിരുന്നു അത്? ഇപ്പൊ താൻ എന്താ ചെയ്തത്? ഇത് തന്നെ എന്താ അത്? ഇത് കാണിക്കാവോ? എന്താ ചെയ്തത്? കണ്ടാ കണ്ടാ കണ്ട, ഇത്രയും പേര് നോക്കിക്കുമ്പോ ചാനലിൽ ടെലികാസ്റ്റ് ചെയ്യാനുള്ളതല്ലേ? ആ ആംഗ്യ വിക്ഷേപം അശ്ലീലമാണ്, അത് ഒരിക്കലും ചെയ്യരുത്. അത് തന്നെ. ഒന്നും ചെയ്യണ്ട, അത് തിരിച്ചെടുക്കണം. ഇത്രയും പേര് മുമ്പിൽ വെച്ചത് തിരിച്ചെടുക്കണം. മനുഷ്യനെ കളിയാക്കണം. പ്രിയമുള്ളവരെ, ഞാൻ ഈ മാനിന്റെ നേരെ നോക്കി. അത് തന്നെ. എങ്ങനെ 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 പറ, എങ്ങനെയാണ് കാണിച്ചത്? അത് തന്നെ, അത് തന്നെ കാണിച്ചു. അത് തിരിച്ചെടുക്കണം. തിരിച്ചെടുക്കണമെന്നാണ് പുള്ളി പറയണത്. അതെ, തിരിച്ചെടുത്തു. ഇവിടെ ആളെ കളിയാക്കണ. ഇങ്ങനെയാണ് തിരിച്ചെടുക്കണത്. മാപ്പ് പറഞ്ഞിട്ടാണ് പറയുന്നത്. മനസ്സിലായ? മേലിൽ പരിപാടി കരുതട്ടെ. ഇങ്ങോട്ട് എന്നിട്ട് വന്നേടോ.
തന്റെ വെടിക്കെട്ട് കാണാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഞാൻ വന്നത്, മനസ്സിലായോ? ആ ഒറ്റ ചവിട്ട്. എഴുന്നേക്ക്. എനിക്ക് വേണ്ടത് തന്റെ പ്രോഗ്രാംസ് ആണ്. വെടിക്കെട്ട് രാജപ്പനാണ്, ഭയങ്കര വെടിക്കെട്ടുകാരനാന്ന് അറിഞ്ഞിട്ടാണ് ഞാൻ വന്നത്. അതാണ് നമുക്ക് വേണ്ടത്, മനസ്സിലായ? തല്ലി കൊല്ലാറാക്കിയിട്ടാണോ വെടിക്കെട്ട് കാണിക്കുന്നത്? അപ്പൊ അതെ നോക്കിയേ, ക്യാമറയിൽ നോക്കിയിട്ട് നമുക്ക് വെടിക്കെട്ട് നടത്തണം. ഓക്കെ, അപ്പൊ എലിവാണമല്ലോ താങ്കളുടെ സ്പെഷ്യലിസ്റ്റ്, എലിവാണത്തിലാണല്ലോ. അപ്പൊ 1-2 എലിവാണം കാണണം നമുക്ക്. പ്രിയമുള്ളവരെ, അറിയാവുന്നവർക്ക് ഈസിയാണ്, അറിയാൻ പാടില്ലാത്തവർക്ക് വലിയ പാടാണ്. അതെല്ലാ കാര്യവും അങ്ങനെയല്ലേ? ആണോ? ആ പിന്നെ വെള്ളക്ക് പോയിട്ട് പൊട്ടി അങ്ങ് വീണാ പോരെ? ആ മുകളിലേക്ക് വിടണം. പച്ച കൊള്ളാം, അടിപൊളിയായിട്ട് അടിപൊളി. അടുത്ത വിട്. ആ കൊള്ളാം, തരിതരാന്നൊക്കെ പറഞ്ഞിട്ട്. അടുത്ത വിട്. എന്താ പറ്റിയത്? അതങ്ങനെയാ, ഇടയ്ക്ക് ഒരെണ്ണം ചീറ്റും. 3 എണ്ണം വിട്ടാ 1 ചീറ്റും ആണല്ലേ? എനിക്ക് വേണ്ടത് അതൊന്നുമല്ല, ഇതൊന്നല്ല. ഗർഭം കലക്കി എന്ന് പറഞ്ഞ സാധനമല്ലോ, ഗുണ്ട്. അമിട്ട്. ആ അമിട്ട് അമിട്ട്, അതാണ് കണ്ടത്. ഓ ഇത്രയുണ്ട്. കയ്യിലെ ചോട്ടിക്കല്ലേ? അറിയാവുന്നവർക്ക് ഈസിയാണെന്ന്, അറിയാൻ പാടില്ലാത്തവർക്ക് വലിയ പാടുള്ളൂ. കയ്യിലെ ചോട്ടിക്കല്ലേന്നത് കണ്ട, അപകടം പറ്റും. ആ എന്റെ അടുത്തേക്കിട്ട പോണ്ട 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 അങ്ങോട്ട് പോണ്ട. പോയത് അടുത്തേക്ക് പോണ്ടോ? തുപ്പണോ? വേണ്ട പോട്ടെ, പരിപാടി ക്യാൻസൽ ചെയ്യും. വിട് വിട്, വേണ്ട ഇനിയിപ്പോ വേണ്ട. അയ്യോ കൈ കൊണ്ട് എടുത്തേക്കടാ. കെട്ടുപോയതാണ്, ഇപ്പൊ ശരിയാക്കി തരാൻ ഞാൻ. എന്റെ ദൈവമേ, ഞാൻ പറഞ്ഞാണ് വെക്കണ്ടെന്ന്. ക്ഷമിക്കണം, എന്താ സംഭവിച്ചേക്കണെന്ന് അറിയില്ല. വെടിക്കെട്ട് രാജപ്പന്റെ സ്ഥിരം പരിപാടി അതെന്ന് പറയണത്. ഒന്നും പറ്റിയില്ലേ? ഒന്നും പറ്റിയില്ല? കുഴപ്പമില്ല, ഇച്ചിരി തൊലി പോയുള്ളൂ. അപ്പൊ എന്തായാലും മനോഹരമായിട്ട് പെർഫോം ചെയ്തു. നമ്മുടെ ചാനലിൽ നോക്കിയിട്ട് ലാസ്റ്റ് ഗുഡ് ബൈ പറയുക. പ്രിയമുള്ളവർ, അപ്പോൾ എൻ്റെ പെർഫോമൻസ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളെല്ലാവരും എനിക്ക് SMS വരണം. എൻ്റെ ഫോർമാലിറ്റീസ് രായപ്പൻ സ്പേസ് പൈൻറ്റ്. നിങ്ങൾക്ക് SMS ചുമ്മാ വിട്ടാൽ പോരാ, ഒരു കൈയടിച്ചുള്ള SMS വിട്ടാൽ രാജപ്പൻ ഇവിടെ നിന്ന് ഔട്ടാവും. താങ്ക് യു, താങ്ക് യു. താങ്ക് യു. മനോഹരമായ സ്കിറ്റിന് ശേഷം വീണ്ടും സംഗീതത്തിൻ്റെ ലോകത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലുകയാണ്. ആഘോഷത്തിൻ്റെ ഈ രാവിൽ ഈ വേദിയിൽ ഞാൻ ഇനി നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് കുവൈറ്റിൽ അതിവേഗം പ്രശസ്തനായിക്കൊണ്ടിരിക്കുന്ന ഒരു കൊച്ചു കലാകാരനെയാണ്. നല്ല ഒരു കഴിവോട് തന്നെ ആ കുഞ്ഞു കലാകാരൻ നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ഡിലൈറ്റ് മ്യൂസിക് ബാൻഡിന്റെ മറ്റൊരു അനുഗ്രഹീത കലാകാരൻ വിനായക്. സംഗൃത പമഗരി തങ്ക തുങ്ക തതിങ്ങിണ ദിംഗൃത ദിമിക്കിടമേ